വരി തെറ്റാതെ മുന്നോട്ടു പോകുന്ന ഉറുമ്പിൻ കൂട്ടങ്ങൾ പോലെ മണലാരണ്യത്തിലൂടെ എവിടേക്കെന്നില്ലാതെ മുന്നോട്ടു പോകുന്ന ഒരുപറ്റം മനുഷ്യർ. ആട്ടിത്തെളിക്കുന്ന മൃഗങ്ങളെ പോലെയായിരുന്നു അവർ. അവരുടെ കണ്ണുകളിൽ പ്രതീക്ഷയുടെ നേർത്ത കിരണങ്ങൾ പോലും അവശേഷിക്കുന്നില്ലായിരുന്നു. കാരണം അങ്ങേയറ്റം അവർ നിസ്സഹായരും ദുർബലരുമായിരുന്നു. അവരിൽ ചിലർ ചുട്ടുപഴുത്ത മണലാരണ്യത്തിൽ പാതി വഴിയിൽ തന്നെ മരിച്ചു വീഴുന്നുമുണ്ട്. അവർ എവിടേക്കാണ് പോകുന്നത്? എന്തിനാണ് പോകുന്നത്? എന്താണ് അവർക്ക് സംഭവിച്ചത്? പണിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്ന അവർക്കിടയിലേക്കാണ് പെട്ടെന്ന് ഭൂമിയിൽ പൊട്ടിമുളച്ചതുപോലെ ഒരു സംഘം പട്ടാളക്കാർ പാഞ്ഞു വന്നത്. എത്രയും വേഗം ഇവിടെ നിന്ന് സ്ഥലം ഒഴിയണമെന്നായിരുന്നു അവരുടെ ആജ്ഞ. സ്വന്തം മണ്ണിൽ നിന്ന് യാതൊരു കാരണവും പ്രകോപനവും കൂടാതെ ഭരണകൂടം തങ്ങളോട് എന്തിനാണ് ഇങ്ങനെ ആജ്ഞാപിക്കുന്നതെന്ന അമ്പരപ്പിൽ നിറഞ്ഞുകൊണ്ട് പണിയെടുത്തുകൊണ്ടിരുന്ന ആയുധങ്ങൾ താഴെ വയ്ക്കാൻ പോലും കഴിയാതെ പൊടുന്നനെ അവരും തുടക്കത്തിലെ യാത്രയുടെ പിന്തുടർച്ചക്കാരായി. ഗതികേട് കൊണ്ടുള്ള നിരുപാധികമായ കീഴടങ്ങലായിരുന്നു അത്. അതിക്രൂരമായ പീഡനത്തിന് ഇരകളായതിനു ശേഷം നഗ്നരാക്കി കുരിശിൽ തറച്ച് കൊല്ലപ്പെട്ട സ്ത്രീകളുടേതാണ് മറ്റൊരു ദൃശ്യം. നിരനിരയായി നാട്ടിയിരിക്കുന്ന ഈ കുരിശിൽ ശരീരവും മനസ്സും തളർന്നവരായി അവർ പിടഞ്ഞു മരിക്കുന്നു. ഇതൊക്കെ എന്താണ്? എവിടെയാണ് ഇതെല്ലാം നടന്നത് എന്ന അമ്പരപ്പിലായിരിക്കും പ്രേക്ഷകർ, അല്ലേ? പറയാം. ഈ കാഴ്ചകളെല്ലാം അതിക്രൂരമായ ഒരു കൂട്ടക്കൊലയുടെ, അതിനിന്ദ്യമായ മനുഷ്യഹത്യയുടെ ചില ബാക്കി പത്രങ്ങളാണ്. ലോകത്ത് ആദ്യമായി നടന്ന ഒരു വംശഹത്യയുടെ ദൃശ്യങ്ങളാണ്. ഓഷ്വിറ്റ്സ് മുതൽ ഇന്നുവരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വംശഹത്യക്ക് പ്രചോദനം നൽകിയ ഒരു കൂട്ടക്കൊലയുടെ പിന്നിലെ കരളുലയ്ക്കുന്ന കാഴ്ചയാണ് ഇവിടെ പറയാൻ പോകുന്നത്. അതിക്രൂരവും ദയനീയവുമായ ഈ കഥ ലോകത്തെ മുഴുവൻ നടുക്കിയ കഥയാണ്. ഇന്നും നടുക്കിക്കൊണ്ടിരിക്കുന്ന കഥയാണ്. ഷെക്കേന ന്യൂസിന്റെ ലോകം നടുങ്ങിയ നിമിഷങ്ങൾ ഇന്ന് പറയാൻ പോകുന്നത് ചരിത്രത്തിലെ ആദ്യത്തെ വംശഹത്യയെക്കുറിച്ചാണ്. 1876 മുതൽ 1909 വരെയുള്ള ഈ കൂട്ടക്കൊലകൾക്ക് ഹമീദിയൻ കൂട്ടക്കൊലയെന്നും അർമേനിയൻ വംശഹത്യയെന്നും പേരുണ്ട്. എല്ലാ പ്രേക്ഷകർക്കും കരൾ പിളരുന്ന ഈ കാലഘട്ടത്തിന്റെ കെട്ടകാഴ്ചകളിലേക്ക് സ്വാഗതം. ലോകത്തിൽ ആദ്യമായി ക്രിസ്തുമതം ഔദ്യോഗിക മതമായി സ്വീകരിച്ച രാജ്യമാണ് അർമേനിയ. കരിങ്കടലിനും കാസ്പിയൻ കടലിനും ഇടയിലുള്ള സ്വതന്ത്ര പരമാധികാര രാജ്യമാണ് റിപ്പബ്ലിക് ഓഫ് അർമേനിയ. യെരവാനാണ് രാജ്യ തലസ്ഥാനം. ടർക്കി, ജോർജിയ, അസർബൈജാൻ, ഇറാൻ എന്നിവയാണ് അയൽ രാജ്യങ്ങൾ. റോമാക്കാരും പേർഷ്യക്കാരും തമ്മിൽ അർമേനിയയുടെ പേരിൽ ഉണ്ടായിരുന്ന തർക്കം ഒഴിവാക്കാൻ വേണ്ടി നീറോ ചക്രവർത്തി പേർഷ്യയിലെ അർസാസിദ് വംശത്തിലെ തിറിഡേറ്റ്സ് രാജകുമാരനെ അർമേനിയയുടെ ഭരണാധികാരിയാക്കി. AD 66 തിറിഡേറ്റ്സിന്റെ സ്ഥാനാരോഹണം. തിറിഡേറ്റ്സ് മൂന്നാമനെ വിശുദ്ധ ഗ്രിഗറി ക്രിസ്തുമതത്തിലേക്ക് ആകൃഷ്ടനാക്കിയതോടെയാണ് അർമേനിയയിൽ ക്രിസ്തുമത വിശ്വാസത്തിന്റെ പതാക പാറിപ്പറന്നു തുടങ്ങിയത്. AD 301 അർമേനിയൻ രാജാവായ ഡഫ്താർ ക്രിസ്തുമതത്തെ രാജ്യത്തിന്റെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ചു. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്തുമതത്തിന് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നതിനും ഒരു വ്യാഴവട്ട കാലം മുൻപായിരുന്നു അത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ റോം കത്തോലിക്ക മതം സ്വീകരിക്കുന്നതിനു മുൻപ് കത്തോലിക്ക മതം ആശ്ലേഷിച്ച രാജ്യമായിരുന്നു അർമേനിയ. ലോകത്തിലേക്കും വെച്ച് ഏറ്റവും പുരാതനമായ ക്രൈസ്തവ വിഭാഗമുള്ളതും ഭരണകൂടം നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ പള്ളിയായ ഏറ്റ്ചിമിയാഡ്സിൻ കത്തീഡ്രൽ സ്ഥിതി ചെയ്യുന്നതും അർമേനിയയിലാണ്. സ്വന്തം തനിമയിലും വിശ്വാസത്തിലും അടിയുറച്ച് ശാന്തവും സ്വസ്ഥവുമായി ജീവിച്ചു വരികയായിരുന്നു അർമേനിയക്കാർ. ഭൂരിപക്ഷവും അവരായിരുന്നുവെങ്കിലും കുർദു വംശജരും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. എങ്കിലും സഹോദര്യത്തിന്റെ കരം കോർത്ത് സഹിഷ്ണുതയോടെയാണ് ഇരു കൂട്ടരും ജീവിച്ചു വന്നിരുന്നത്. രാജഭരണത്തിന് കീഴിൽ അർമേനിയ കഴിഞ്ഞിരുന്ന കാലത്തും മതപരമായ അന്തരീക്ഷവും സ്വാധീനവും ഉണ്ടായിരുന്നതിനാൽ മതാധിപന്മാർക്കും സഭാധികാരികൾക്കും നിർണായകമായ സ്ഥാനം രാജ്യത്ത് ഉണ്ടായിരുന്നു. സഭയോടുകൂടി ആലോചിച്ചതിന് ശേഷമായിരുന്നു രാജ്യത്ത് പല തീരുമാനങ്ങളും എടുക്കപ്പെട്ടിരുന്നത്.
എന്നാൽ സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും സമാധാനത്തിന്റെയുമായ ആ കാലം ഏറെ നാൾ നീണ്ടു നിന്നില്ല. പതിനൊന്നാം നൂറ്റാണ്ടിൽ തുർക്കികൾ അർമേനിയ ആക്രമിച്ച് കീഴടക്കി. അർമേനിയയുടെ പടിഞ്ഞാറ് ഭാഗം തുർക്കിയോടും കിഴക്ക് ഭാഗം പേർഷ്യയോടുമാണ് കൂട്ടിച്ചേർക്കപ്പെട്ടത്. ഏഷ്യ മൈനറിലെ ഒയൂസ് ടർക്കുകൾ ഇസ്ലാം മതം സ്വീകരിക്കുകയും ഒട്ടോമൻ സാമ്രാജ്യം സ്ഥാപിക്കുകയും ചെയ്തതോടെ അർമേനിയയുടെ മാത്രമല്ല ലോക ചരിത്രത്തിലെ തന്നെ വിഷലിപ്തമായ ഒരു കാലഘട്ടത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു. അവിശ്വസനീയമായിരുന്നു ഒട്ടോമൻ സാമ്രാജ്യത്വത്തിന്റെ വളർച്ച. ഒരു വശത്ത് ബൈസന്റൈൻ സാമ്രാജ്യത്തിന്റെ തകർച്ചയും പൂർണ്ണമായും കഴിഞ്ഞിരുന്നു. തുർക്കികൾ പേർഷ്യയും ബാഗ്ദാദും സിറിയയും ഇറാഖും പലസ്തീനുമെല്ലാം പിടിച്ചെടുത്തു. പലവിധ കാരണങ്ങളാൽ ശ്രദ്ധേയമായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ നഗരവും അവർ പിടിച്ചെടുത്തു. രാജ്യവിസ്തൃതിക്കൊപ്പം തന്നെ തങ്ങളുടെ മതവും ആ രാജ്യങ്ങളിൽ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യമായിരുന്നു ഒട്ടോമൻ ഭരണാധികാരികൾക്ക് ഉണ്ടായിരുന്നത്. അർമേനിയ കീഴടക്കിയ തുർക്കികൾ അവിടുത്തെ ജനങ്ങളുടെ മുൻപിലേക്ക് രണ്ട് നിബന്ധനകളാണ് വെച്ചത്. ഒന്നുകിൽ ഇസ്ലാം മതം സ്വീകരിച്ച് സ്വസ്ഥമായി ജീവിച്ച് മുന്നോട്ടു പോവുക, അല്ലെങ്കിൽ ഭീമമായ കനത്ത തുക നികുതിയായി നൽകി ക്രിസ്ത്യാനികളായി അടിച്ചമർത്തപ്പെട്ടവരായി ജീവിക്കുക. ഈ കാട്ടുനീതിക്കെതിരെ പൊരുതാനും എതിർക്കാനും ഒരു വിഭാഗം അർമേനിയക്കാർ തയ്യാറായി. സ്വന്തം രാജ്യത്ത് അന്യരെ പോലെ ജീവിക്കേണ്ടി വരുന്ന സാഹചര്യം അവർക്ക് അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല. അതിന് അവർക്ക് കൊടുക്കേണ്ടി വന്നത് വലിയ വിലയായിരുന്നു. ക്രൈസ്തവ ജനതയെ ഒന്നടങ്കം നാമാവശേഷമാക്കാൻ ആസൂത്രിതമായ പദ്ധതികൾ തുർക്കികൾ ആവിഷ്കരിച്ച് തുടങ്ങുകയായിരുന്നു. കുർദിഷ് ജനത അർമേനിയൻ ക്രൈസ്തവർക്കൊപ്പം സഹവർത്തിത്വത്തോടെ ജീവിച്ചു വരികയായിരുന്നുവെന്ന് നമ്മൾ മുൻപ് പറഞ്ഞുവല്ലോ. ഓട്ടോമൻ സാമ്രാജ്യ വ്യാപനത്തോടെ കുർദിഷ് ജനതയ്ക്ക് അനർഹമായ പല ആനുകൂല്യങ്ങളും ഭരണകൂടം നൽകി തുടങ്ങി. കാരണം അവർ മുസ്ലിമുകളായിരുന്നു. അനർഹമായി ലഭിച്ച സ്ഥാനമാനങ്ങളും പദവികളും തങ്ങളുടെ മതവിശ്വാസികളായ ഭരണാധിപന്മാരുടെ പിന്തുണയും കൂടി ചേർന്നപ്പോൾ കുർദിഷ് ജനത അർമേനിയൻ ക്രൈസ്തവർക്ക് നേരെ തിരിഞ്ഞു എന്നതും ചരിത്രമാണ്. ചുരുക്കത്തിൽ അർമേനിയയിലെ ക്രൈസ്തവരുടെ നില അങ്ങേയറ്റം പരുങ്ങലിലായി. ഒരു ഭാഗത്തു നിന്ന് ഭരണകൂടത്തിന്റെ പീഡനങ്ങൾ, കനത്ത നികുതി ഭാരങ്ങൾ, തൊഴിൽ നിഷേധങ്ങൾ, ഒറ്റപ്പെട്ടതും ആസൂത്രിതമായ ആക്രമണങ്ങൾ. മറുഭാഗത്ത് ഭരണകൂടത്തിന്റെ പിന്തുണയോടെ കുർദുകളുടെ കൊള്ളയടിക്കലുകൾ. ഭരണകൂടവും നിയമവ്യവസ്ഥയും അന്ധമായി കുർദുകൾക്ക് അനുകൂലമായി വിധി പ്രസ്താവിക്കുക കൂടി ചെയ്തതോടെ തങ്ങൾക്കിനി നീതിയും ന്യായവും ലഭിക്കുകയില്ലെന്ന് അർമേനിയക്കാർ ഞെട്ടലോടെയും സങ്കടത്തോടെയും തിരിച്ചറിയുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് സ്വതന്ത്ര അർമേനിയ എന്നൊരു ചിന്തയിലേക്ക് അർമേനിയക്കാർ ഒത്തുകൂടിയതും അതിന്റെ ആഭിമുഖ്യത്തിൽ ചില സംഘടനകൾ രൂപം കൊള്ളുന്നതും. 1894 ആയപ്പോഴേക്കും ഇനി മുതൽ നികുതി നൽകുകയില്ല എന്നൊരു തീരുമാനത്തിലേക്ക് അവർ എത്തിച്ചേർന്നു. ആ തീരുമാനമാണ് അർമേനിയൻ വംശഹത്യയിലേക്ക് പരോക്ഷമായി വാതിൽ തുറന്നുകൊടുത്തത്. 1894 മുതൽ 1896 വരെയുള്ള വർഷങ്ങളിൽ 3 ലക്ഷത്തിൽ പരം അർമേനിയൻ ക്രൈസ്തവരാണ് കൊന്നൊടുക്കപ്പെട്ടത്. 1909 അദാന എന്ന പട്ടണത്തിൽ മാത്രം 2 ലക്ഷം ക്രൈസ്തവർക്ക് ജീവൻ നഷ്ടമായി. യുവതുർക്കികൾ അർമേനിയയുടെ ഭരണം ഏറ്റെടുത്തതോടെ അർമേനിയക്കാരുടെ ജീവിതം കൂടുതൽ ദുസ്സഹമായി. അർമേനിയക്കാർക്കെതിരെ പലവിധത്തിലുള്ള തെറ്റിദ്ധാരണകളും ഊഹാഭോഗങ്ങളും അവർ പ്രചരിപ്പിച്ചു തുടങ്ങി. കിഴക്ക് റഷ്യയോട് ചേർന്ന് കിടക്കുന്ന അർമേനിയക്കാർ റഷ്യയോടാണ് കൂറ പുലർത്തുന്നതെന്നും അതുകൊണ്ട് അർമേനിയക്കാർ വഞ്ചകരാണെന്നും രാജ്യദ്രോഹികളാണെന്നും മട്ടിലുള്ള പ്രചാരണമായിരുന്നു അതിൽ മുൻപിൽ ഉണ്ടായിരുന്നത്. 1914 ആയപ്പോഴേക്കും ഒന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. തുർക്കി ജർമ്മനിക്ക് അനുകൂലവും റഷ്യ ജർമ്മനിക്ക് പ്രതികൂലവുമായിരുന്നു. റഷ്യയുമായുള്ള യുദ്ധത്തിൽ ആദ്യം തുർക്കിക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. ഈ പരാജയത്തിനും അവർ കുറ്റം ചാരിയത് അർമേനിയക്കാർക്കെതിരെയായിരുന്നു. തുർക്കി സൈന്യത്തിൽ നിർബന്ധിത സേവനത്തിന് വിധേയമാക്കപ്പെട്ട അർമേനിയൻ പട്ടാളക്കാരെയെല്ലാം പിരിച്ചയക്കുകയും പിന്നീട് അവരെയെല്ലാം തുർക്കികൾ കൊന്നൊടുക്കുകയും ചെയ്തു. അർമേനിയക്കാർ രാജ്യത്തിന് ശാപമാണെന്നും അവരെ എങ്ങനെയും ഉന്മൂലനം ചെയ്യണമെന്നുമുള്ള കടുത്ത തീരുമാനത്തിലേക്കാണ് തുർക്കികൾ എത്തിച്ചേർന്നത്. അതിന്റെ ഫലമായിട്ടായിരുന്നു അർമേനിയയിൽ നിന്ന് ജനങ്ങളെ പൂർണ്ണമായും കുടിയൊഴിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. നമ്മൾ ഈ പ്രോഗ്രാമിന്റെ തുടക്കത്തിൽ കണ്ട ദൃശ്യം ഓർമ്മിക്കുന്നുണ്ടാകുമല്ലോ. നിർബന്ധിതമായി കുടിയൊഴിപ്പിച്ച് മരുഭൂമിയിലൂടെ നടത്തിച്ച് അവരെ സിറിയയിൽ എത്തിക്കുകയായിരുന്നു തുർക്കികളുടെ ലക്ഷ്യം. യാതൊരുവിധ മുന്നറിയിപ്പുകളും ഇല്ലാതെയായിരുന്നു ഈ കുടിയൊഴിപ്പിക്കൽ. തേനീച്ചക്കൂട് ഇളകുന്നത് പോലെ ഇരമ്പിയാർത്തു വന്ന പട്ടാളക്കാർക്കൊപ്പം ആ നിമിഷം തന്നെ പടിയിറങ്ങുവാൻ അവർ നിർബന്ധിതരാവുകയായിരുന്നു.
പ്രിയപ്പെട്ടവരെ അവസാനമായി ഒന്ന് കാണാൻ പോലും അവർക്ക് അവസരം ലഭിച്ചിരുന്നില്ല. ജോലി ചെയ്തുകൊണ്ടിരുന്ന വേളയിൽ പണിയായുധങ്ങൾ നിലത്ത് വെക്കാൻ പോലും സാവകാശം കൊടുക്കാത്ത വിധത്തിലായിരുന്നു കുടിയൊഴിപ്പിക്കലുകൾ നടന്നത്. എന്തുമാത്രം നിസ്സഹായതയും വേദനയുമാണ് ആ അവസ്ഥയ്ക്ക് പിന്നിൽ ഉള്ളതെന്ന് വെറുതെ ഒന്ന് ആലോചിച്ചു നോക്കുക. അർമേനിയക്കാരുടെ സ്ഥാനത്ത് സ്വയം നമ്മെ ഓരോരുത്തരെയും പ്രതിഷ്ഠിക്കുകയാണെങ്കിൽ ആ നീറ്റലും വേദനയും നമുക്ക് കൂടുതൽ വ്യക്തമായി മനസ്സിലാവും. സമ്പന്നരും ആഭരണ വ്യാപാരികളുമായ അർമേനിയക്കാരുടെ മുഴുവൻ സ്വത്തും സർക്കാരിലേക്ക് കണ്ടുകെട്ടുക എന്നതും ക്രൈസ്തവ ജനതയെ നാമാവശേഷമാക്കുക എന്നതുമായിരുന്നു ഇതിന് പിന്നിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട 2 ലക്ഷ്യങ്ങൾ. എത്തിച്ചേരുമെന്ന് ഉറപ്പുപോലുമില്ലാത്ത ഒരു പുറപ്പാട് അനുഭവത്തിലൂടെയായിരുന്നു അവരെല്ലാം അപ്പോൾ കടന്നുപോയിരുന്നത്. ഒരു കാനാൻ ദേശവും സ്വപ്നം കാണാൻ പാകത്തിൽ അവർക്ക് മുന്നിൽ ഉണ്ടായിരുന്നില്ല. ആയിരക്കണക്കിന് കിലോമീറ്ററുകളോളം ടെസിർ മരുഭൂമിയിലെ ചുട്ടുപൊള്ളുന്ന ചൂടിലൂടെ ഭക്ഷണമോ കുടിവെള്ളമോ ഇല്ലാതെയുള്ള യാത്രയായിരുന്നു അത്. ഡെത്ത് മാർച്ച് എന്നായിരുന്നു ഈ യാത്ര അറിയപ്പെടുന്നത്. മനുഷ്യവംശത്തിന്റെ അനാദി മുതൽക്കുള്ള ചരിത്രം പരിശോധിച്ചാൽ ഇതുപോലൊരു കഠിനമായ മറ്റൊന്നും ഉണ്ടായിട്ടില്ല. കുട്ടികൾ മുതൽ വൃദ്ധർ വരെ ആ യാത്രയിൽ ഉണ്ടായിരുന്നു. സ്ത്രീകളും പുരുഷന്മാരും ആ യാത്രയിൽ ഉണ്ടായിരുന്നു. ദിവസങ്ങൾ നീളുന്ന ആ യാത്രക്കിടയിൽ പാതി വഴിയിൽ എത്തുക പോലും ചെയ്യുന്നതിന് മുൻപ് പലരും മരുഭൂമിയിൽ മരിച്ചു വീണു. ഉചിതമായ രീതിയിൽ പ്രിയപ്പെട്ടവരെ മറവ് ചെയ്യാൻ പോലും കഴിയാതെ മരുഭൂമിയിൽ മൃതദേഹങ്ങൾ ഉപേക്ഷിച്ച് ചങ്കുപൊടിയുന്ന വേദനയോടെയും കണ്ണുനീരോടെയും അവർക്ക് തുർക്കി സൈന്യത്തെ പിന്തുടരേണ്ടി വന്നു. പിന്നീട് മരുഭൂമിയിൽ നിന്ന് ആയിരക്കണക്കിന് തലയോട്ടികളും അസ്ഥികൂടങ്ങളുമാണ് കണ്ടെടുക്കപ്പെട്ടത്. അസ്ഥികൂടങ്ങളുടെ താഴ്വര എന്ന ബൈബിൾ പ്രയോഗത്തെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ള അതിഭീകരമായ കാഴ്ചയായിരുന്നു അത്. സിറിയയിലെ തടങ്കൽ പാളയത്തിൽ എത്തിച്ചേർന്നത് വെറും 10% ആളുകൾ മാത്രമായിരുന്നു. ശവശരീരങ്ങൾ കൊണ്ട് നദികൾ നിറഞ്ഞപ്പോൾ വെള്ളത്തിന് ചുവപ്പ് നിറമായി. നദികളിൽ ഒഴുകി നടക്കുന്ന ശവങ്ങൾ തിന്നാൻ കഴുകന്മാർ പറന്നിറങ്ങി. നദികളിലെ ചീഞ്ഞളിഞ്ഞ മൃതദേഹങ്ങളിൽ നിന്നുള്ള ദുർഗന്ധം അസഹനീയമായപ്പോൾ ശവങ്ങൾ മലയിടുക്കുകളിൽ കൊണ്ടുപോയി തള്ളാൻ തുടങ്ങി. ഇപ്രകാരം വാൻ എന്ന ഗ്രാമത്തിൽ നിന്ന് മാത്രമായി കിട്ടിയത് 60,000-ഓളം അസ്ഥികൂടങ്ങൾ ആയിരുന്നു. ആ യാത്രക്കിടയിൽ മറ്റൊന്നുകൂടി സംഭവിച്ചു. സുന്ദരികളായ അർമേനിയൻ സ്ത്രീകളെ ഗോത്രവിഭാഗക്കാർ കൂട്ടബലാത്സംഗത്തിന് ഇരകളാക്കി. തുർക്കി പട്ടാളവും കുർദുകളും മാറി മാറി അവരെ പീഡിപ്പിച്ചു. മറ്റൊരു വിഭാഗം സ്ത്രീകൾ ലൈംഗിക അടിമകളാക്കി വിറ്റഴിക്കപ്പെട്ടു. മറ്റു ചില സ്ത്രീകളെ നഗ്നരാക്കി കുരിശിൽ തറച്ച് കൊന്നു. പോരാഞ്ഞ് കുടിയൊഴിപ്പിക്കപ്പെട്ട സംഘത്തിലെ പുരുഷന്മാരെ പട്ടാളം യാത്ര തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ നിർദ്ധയമായി വെടിവെച്ചു കൊല്ലുകയും ചെയ്തു. 1890-ൽ സുൽത്താൻ അബ്ദുൽ ഹമീദ് രണ്ടാമനാണ് ഹമീദിയ എന്ന സൈന്യത്തിന് രൂപം കൊടുത്തത്. ഈ സൈന്യം നടത്തിയ തേർവാഴ്ചയുടെ പേരിൽ കൂടിയാണ് അർമേനിയൻ വംശഹത്യയ്ക്ക് ഹമീദിയൻ കൂട്ടക്കൊല എന്ന പേര് വീണത്. ഹിറ്റ്ലറുടെ ബ്രൗൺ ഷർട്ട്സും മുസോളിനിയുടെ ബ്ലാക്ക് ഷർട്ട്സും പോലെയുള്ള ഒരു പ്രത്യേക സൈന്യ വിഭാഗമായിരുന്നു ഹമീദിയ സൈന്യവും. 1915 ഏപ്രിൽ 24-ന് അർമേനിയക്കാരായ 200 പേരെ വിവിധ വിഭാഗങ്ങളിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് കോൺസ്റ്റാന്റിനോപ്പിളിൽ വെച്ച് വധിച്ചു. അർമേനിയക്കാരായ പ്രതിഭാശാലികളായിരുന്നു അവരെല്ലാം. എല്ലാവിധത്തിലും അർമേനിയൻ ജനതയെ ഇല്ലാതാക്കുക എന്നതായിരുന്നു തുർക്കികളുടെ ഏക ലക്ഷ്യം. ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ കരാളഹസ്തങ്ങളിൽപ്പെട്ട് കുരുതി കഴിക്കപ്പെട്ടവരുടെ ചരിത്രം പറയുമ്പോൾ തീർച്ചയായും പരാമർശിക്കപ്പെടേണ്ട ഒരു പേരാണ് ഗ്രീക്ക് ഓർത്തഡോക്സ് മെട്രോപൊളിറ്റനായിരുന്ന ക്രിസോസ്റ്റമിന്റേത്. സ്മർണയിലെ മെത്രാപോലിത്തയായിരുന്ന ഇദ്ദേഹം തുർക്കികളുടെ നിലപാടുകൾക്കെതിരെ ശക്തമായി രംഗത്ത് വരികയും യൂറോപ്യൻ നേതാക്കൾക്ക് തങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ക്രൂരതകളെക്കുറിച്ച് വിശദമായി എഴുതി അറിയിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു. ജീവരക്ഷാർത്ഥം പലായനം ചെയ്യാൻ അവസരം ഉണ്ടായിരുന്നിട്ടും അതെല്ലാം വേണ്ടെന്ന് വെച്ച് സ്വന്തം ജനതയ്ക്കൊപ്പം നിന്ന ധീരമായ വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അതിക്രൂരമായ മരണമായിരുന്നു തുർക്കികൾ അദ്ദേഹത്തിന് വിധിച്ചത്. തുർക്കികൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ വലിച്ചു പറിക്കുകയും തെരുവിലൂടെ വലിച്ചിഴയ്ക്കുകയും ആദ്യം കൈകളും പിന്നെ ശരീരവും മുഴുവനുമായി വെട്ടി മുറിക്കുകയും ചെയ്തു. തുർക്കിയിലെ അമേരിക്കൻ അംബാസഡറായിരുന്ന ഹെൻറി മോർഗനാണ് ഈ കൂട്ടക്കുരുതികളെ കുറിച്ച് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. അതോടെയാണ് ചെറിയൊരു രാജ്യമായ അർമേനിയക്കാർ അനുഭവിച്ച കൊടും യാതനകളെ കുറിച്ച് പുറം ലോകം ആദ്യമായി അറിഞ്ഞു തുടങ്ങിയത്. ഈ ദൃശ്യങ്ങളോ സംഭവങ്ങളോ വെറും കെട്ടുകഥകളല്ലെന്ന് വ്യക്തമാക്കുന്നവയാണ് അർമേനിയയിലെ ജനോസൈഡ് മ്യൂസിയം. 15 നില കെട്ടിടത്തിന്റെ ഉയരമുള്ള ഒരു സ്തൂപമാണ് മ്യൂസിയത്തിന്റെ പ്രത്യേകത. റീബോൺ അർമേനിയ എന്നാണ് ഇതിന്റെ പേര്. 1991-ൽ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടെയാണ് അർമേനിയ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി മാറിയത്. അതിനുശേഷം തങ്ങൾ കടന്നുപോയ ഇരുണ്ട കാലഘട്ടത്തിന്റെ ഓർമ്മയ്ക്കായി
1995 ഇങ്ങനെയൊരു സ്മാരകം ഇവർ പണി കഴിപ്പിച്ചത്. ഇന്നും കേരളത്തിന്റെ അത്രയും വിസ്തൃതിയുള്ള ഒരു രാജ്യം മാത്രമാണ് അർമേനിയ. അർമേനിയയിൽ നടന്ന ക്രൂരമായ നരഹത്യയെ അപലപിച്ചവരിൽ അമേരിക്കൻ പ്രസിഡന്റുമാരായ ജോർജ് ഡബ്ല്യു ബുഷ്, ബറാക് ഒബാമ, ഡൊണാൾഡ് ട്രംപ് എന്നിവരെല്ലാം ഉണ്ടായിരുന്നുവെങ്കിലും ഈ കിരാത പ്രവൃത്തികളെ ആദ്യമായി വംശഹത്യ എന്ന് വിശേഷിപ്പിച്ചത് ജോ ബൈഡൻ ആയിരുന്നു. തുർക്കിയുമായുള്ള ബന്ധം വഷളാകും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹം വംശഹത്യ എന്ന പ്രയോഗം നടത്തിയത്. തുർക്കിയെ പിണക്കാതിരിക്കാൻ ലോകരാജ്യങ്ങളെല്ലാം അടക്കിപ്പിടിച്ച് സംസാരിച്ച വാക്കാണ് ജോ ബൈഡൻ തുറന്നു പറഞ്ഞത്. എങ്കിലും അർമേനിയൻ വംശഹത്യ എന്ന പരാമർശം ആദ്യമായി നടത്തിയത് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയായിരുന്നു. 2001 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും അർമേനിയൻ അപ്പസ്തോലിക സഭയുടെ പരമാധ്യക്ഷൻ കെരഗിൻ രണ്ടാമൻ പാത്രിയാർക്കീസ് ബാവയും നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ആദ്യമായി ഈ പരാമർശം ഉണ്ടായത്. പിന്നീട് 2013 അർമേനിയൻ പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോഴും 2016 അർമേനിയ സന്ദർശിച്ചപ്പോഴും ഫ്രാൻസിസ് മാർപ്പാപ്പ വംശഹത്യ എന്ന വാക്ക് ആവർത്തിച്ചു. ഭൂരിപക്ഷ രാജ്യങ്ങളും ചരിത്ര പണ്ഡിതന്മാരും തുർക്കിയിൽ അക്കാലത്ത് ഉണ്ടായിരുന്ന വിദേശ സഞ്ചാരികളും നയതന്ത്രജ്ഞരുമെല്ലാം അർമേനിയയിലെ ക്രൈസ്തവർക്ക് നേരെ നടന്നത് വംശഹത്യയാണെന്ന് തെളിവുകൾ സഹിതം നിരത്തിയപ്പോഴും തുർക്കി ഇനിയും തങ്ങളുടെ തെറ്റ് സമ്മതിക്കുവാൻ തയ്യാറായിട്ടില്ല എന്നതാണ് ഖേദകരമായ വസ്തുത. 15 ലക്ഷം പേർ കൊല ചെയ്യപ്പെട്ടു എന്നത് ഊതിപ്പെരുപ്പിച്ച കണക്കാണെന്നും മരണമടഞ്ഞതെല്ലാം ലോകമഹായുദ്ധത്തിന്റെ ഭാഗമായുള്ള ഏറ്റുമുട്ടലിൽ സംഭവിച്ച മരണങ്ങൾ ആയിരുന്നുവെന്നും വംശഹത്യ അർമേനിയയിൽ നടന്നിട്ടില്ലെന്നും തുർക്കി ഇപ്പോഴും നുണ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഹിറ്റ്ലറുടെ ക്രൂരതകളാൽ യഹൂദ ജനത വേട്ടയാടപ്പെട്ടതിനെ കുറിച്ച് ഭൂരിപക്ഷത്തിനും അറിയാം. എന്നാൽ അർമേനിയൻ വംശഹത്യയെക്കുറിച്ച് ഇപ്പോഴും ഭൂരിപക്ഷത്തിനും അറിവില്ല. മുഖ്യധാരാ മാധ്യമങ്ങൾ എന്തുകൊണ്ടോ ഇതേക്കുറിച്ച് സംസാരിക്കാനോ ഈ ക്രൂരതകളെ അപലപിക്കാനോ തയ്യാറായിട്ടുമില്ല. അവിടെയായി ചില ഒറ്റപ്പെട്ട സ്വരങ്ങൾ ഉയരുന്നുണ്ടെന്ന് മാത്രം. ഏതാണ്ട് 15 ലക്ഷം ക്രൈസ്തവരെയാണ് തുർക്കികൾ ക്രൂരമായി കൊന്നൊടുക്കിയത്. 2 ലക്ഷത്തോളം പേർ നിർബന്ധിത മതപരിവർത്തനത്തിന്റെ ഇരകളായും മാറി. തലത് പാഷ, ഇൻവർ പാഷ, ജമാൽ പാഷ എന്നീ കടുത്ത തുർക്കി ദേശീയവാദികളാണ് ഈ കൂട്ടക്കൊലകൾക്ക് പിന്നിൽ പ്രവർത്തിച്ചത്. 1919 ബ്രിട്ടീഷുകാരുടെ സമ്മർദ്ദപ്രകാരം യുദ്ധ കോടതികൾ സ്ഥാപിക്കുകയും ഇവരെ വിചാരണ ചെയ്യുകയും ചെയ്തുവെങ്കിലും കോടതി അവരെ വെറുതെ വിടുകയാണ് ചെയ്തത്. പക്ഷേ പ്രതികാരദാഹികളായ അർമേനിയൻ ചെറുപ്പക്കാർ ഈ മൂവരെയും ജർമ്മനിയിലും ഇറ്റലിയിലും ജോർജിയയിലും വെച്ച് കൊല ചെയ്തു പ്രതികാരം നിർവഹിച്ചു എന്നത് മറ്റൊരു കഥയാണ്. സമ്പന്നവും സാംസ്കാരികവുമായി ഉന്നതിയിലായിരുന്ന ഒരു രാജ്യത്തെ എന്നേക്കുമായി തുടച്ചു നീക്കാനുള്ള കുൽസിത ശ്രമങ്ങളുടെ ഭാഗമായിരുന്നു അർമേനിയൻ വംശഹത്യ. 109 വർഷം പിന്നിടുന്ന ഈ നരനായാട്ടിന്റെ വിവരണം ഇന്നും മനുഷ്യ മനസാക്ഷിയുടെ ഉണങ്ങാത്ത മുറിവാണ്. ഇന്നും ചോര കിനിയുന്ന മുറിവ്. അർമേനിയൻ കൂട്ടക്കൊലയെ ആദ്യമായി വംശഹത്യ എന്ന് വിശേഷിപ്പിക്കാൻ ധൈര്യം കാണിച്ച ജോ ബൈഡൻ വംശഹത്യയുടെ 106ാം വാർഷിക ദിനത്തിൽ പുറപ്പെടുവിച്ച പത്രക്കുറിപ്പിലെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം അവസാനിപ്പിക്കാം. ബൈഡൻ പറഞ്ഞത് ഇപ്രകാരമാണ്: സംഭവിച്ചതിനെ ഓർത്ത് വിലപിക്കുന്നതോടൊപ്പം വരും തലമുറയിലേക്കും നമുക്ക് കണ്ണുകൾ തിരിക്കാം. മതഭ്രാന്തും അസഹിഷ്ണുതയും ഇല്ലാത്ത മനുഷ്യാവകാശങ്ങളെ മാനിക്കുന്ന അഭിമാനത്തോടും സ്വാതന്ത്ര്യത്തോടും കൂടെ ആളുകൾ ജീവിതം നയിക്കുന്ന ഒരു ലോകമായിരിക്കട്ടെ വരാനിരിക്കുന്നത്. ലോകത്തൊരിടത്തും ഇത്തരം അസ്വസ്ഥതകളും പീഡനങ്ങളും ഉണ്ടാകാതിരിക്കട്ടെ. സൗഖ്യവും യോജിപ്പും എല്ലായിടത്തും വ്യാപിക്കട്ടെ.